ഓസ്ട്രേലിയ അടുത്തറിയാം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഓസ്ട്രേലിയൻ മെൽബണിലുള്ള റെഡ് ചില്ലീസ് കേറ്ററിംഗിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ അടുത്തറിയാം പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓസ്ട്രേലിയ മെൽബണിൽ മലയാളികൾക്ക് രുചിയുടെ കലവറ ഒരുക്കുന്ന റെഡ് ചില്ലീസ് കേറ്ററിംഗ് സർവീസസിന്റെ കൂടുതൽ വിശേഷങ്ങൾ അടുത്തറിയാനാണ് ഇന്ന് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലൂടെ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് റെഡ് ചില്ലീസിന്റെ ഓണറും സാരഥിയുമായ സിജോ ചേട്ടനും വൈഫ് നിറ്റി ചേച്ചിയുമാണ്. അപ്പം നിങ്ങളുടെ വിശേഷങ്ങൾ കൂടുതൽ അടുത്തറിയാൻ നമ്മുടെ പ്രേക്ഷകർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം നമസ്കാരം, വെൽക്കം. നമസ്കാരം. നാട്ടിലെവിടെയാണ്? ഞാൻ കാഞ്ഞൂര്. ഞാൻ കാലടി. റെഡ് ചില്ലീസ് എന്ന് പറഞ്ഞ ഈ ഒരു കേറ്ററിംഗ് സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ടും 15 വർഷം തന്നെ ആണോ ആയിട്ടുള്ളത് ഏകദേശം? ഇല്ല, 13 വർഷം കംപ്ലീറ്റഡ് ആണ്. അത്രയാണ്. അപ്പൊ അതിനു മുമ്പ് എന്തെങ്കിലും വേറെ ബിസിനസ് ചെയ്യുന്നുണ്ടായിരുന്നോ? ഇല്ല, വേറെ ബിസിനസ് ഉണ്ടായിരുന്നില്ല. ഹോസ്പിറ്റാലിറ്റിയിൽ തന്നെയായിരുന്നു ജോലി. ഷെഫായിട്ട് തന്നെയാണ് വർക്ക് ചെയ്തിരുന്നത്. നാട്ടിൽ പഠിച്ച് പിന്നെ 2-3 വർഷം നാട്ടിൽ തന്നെ ജോലി ചെയ്ത് അവിടെ നിന്ന് മിഡിൽ ഈസ്റ്റിൽ പോയി. മിഡിൽ ഈസ്റ്റിൽ 5 വർഷം ഉണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് ലണ്ടനിലേക്കായിരുന്നു. ലണ്ടനിലും ഏകദേശം ഒരു 5 വർഷത്തോളം ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് മെൽബണിലേക്ക് വന്നത്. എന്നാലും മെൽബണിൽ ഒരു കേറ്ററിംഗ് ബിസിനസ് തുടങ്ങാം എന്നൊരു തോട്ട് എങ്ങനെയാണ് വന്നത്? എങ്ങനെയാണ് ഈ കേറ്ററിംഗ് ബിസിനസ്സിലോട്ടൊരു താല്പര്യം ഉണ്ടായത്? ഫാമിലി ഒരു ഫുഡ് ഇൻഡസ്ട്രിയിലുള്ള പാരൻസ് എല്ലാം അങ്ങനെയായിരുന്നു. അവിടെ നിന്ന് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ആണ് എന്തുകൊണ്ട് ബിസിനസ് ചെയ്തുകൂടാ. എങ്ങനെ ഉണ്ടായിരുന്നു മെൽബണിലുണ്ട് കിട്ടിയ ഒരു വെൽക്കം? അടിപൊളിയായിരുന്നു. അപ്പൊ ഈ കേറ്ററിംഗ് സർവീസസിനോട് ശരിക്കും നിങ്ങൾക്ക് എങ്ങനെയാണ് താല്പര്യം വന്നത്? സാധാരണ നമുക്ക് റെസ്റ്റോറൻറ്റ് ഉണ്ട്, കേറ്ററിംഗ് സർവീസ് ഉണ്ട്. കേറ്ററിംഗ് സർവീസ് ഇച്ചിരി റെസ്പോൺസിബിലിറ്റി കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ എന്നാലും നിങ്ങളുടെ ഒരു ജേർണി കേറ്ററിംഗ് സർവീസസിലോട്ട് നിങ്ങൾ എങ്ങനെയാണ് എത്തിയത്? ആദ്യം ഞങ്ങളിവിടെ വന്നപ്പം സിജോ ഇങ്ങനെ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കുക്ക് ചെയ്ത് കൊടുക്കുമായിരുന്നു. ചെറിയ എന്തെങ്കിലും ഫംഗ്ഷനിലൊക്കെ കുക്ക് ചെയ്യായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി. പിന്നെ സിജോൻ്റെ എക്സ്പീരിയൻസും ഒത്തിരി വർഷങ്ങളിൽ പല രാജ്യങ്ങളിലുള്ള എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് പലരുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കേറ്ററിംഗ് തുടങ്ങിയാൽ എന്താണ് എന്നുള്ളൊരു ഐഡിയയിലേക്ക് വന്നു. ആദ്യം സിജോ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യായിരുന്നു, ഒരു 3 സ്റ്റാർ ഹോട്ടലിൽ വർക്ക് ചെയ്യായിരുന്നു. പക്ഷേ അങ്ങനെ പല പ്രാവശ്യം ചെയ്തപ്പം സിജോൻ്റെ ആ ഫുഡിൻ്റെ ടേസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്നാണ് നമ്മൾ തുടങ്ങാനായിട്ടുള്ളൊരു താല്പര്യത്തിലേക്ക് വന്നത്, പ്രചോദനമായത്. അത് അതിനുശേഷം നമ്മൾ റെസ്റ്റോറൻറ്റ് എടുത്ത് അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ റെസ്റ്റോറൻറ്റ് തുടങ്ങിയാലും നമുക്ക് റെസ്റ്റോറൻറ്റിൽ നമുക്ക് കുക്കിംഗ് ചെയ്യുമ്പോൾ ഒരു കപ്പാസിറ്റി ഉണ്ട്. അതായത് ആളുകളുടെ നമ്പേഴ്സിൻ്റെ കൂടുമ്പം നമുക്ക് അവിടെ ഒരു ലിമിറ്റേഷൻ ഉണ്ട് കുക്ക് ചെയ്യാനായിട്ട്. അത് പറ്റാത്തതുകൊണ്ടാണ് നെക്സ്റ്റ് ലെവലിനെ കുറിച്ച് ചിന്തിച്ചതും ഡാൻഡനോങ്ങിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കേറ്ററിംഗ് പ്ലേസ് തന്നെ സെറ്റ് ചെയ്തത്. കേറ്ററിംഗ് മാത്രമല്ല റെഡ് ചില്ലീസിന്, പക്ഷേ ഇപ്പം നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ ഒരു ഹാള് നിങ്ങളുടെ ഒരു പുതിയ സംരംഭവും കൂടെയാണ് അല്ലേ? ഗോൾഡൻ കാസിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി ഫംഗ്ഷൻ ഹാളാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഫംഗ്ഷൻ ഹാള് ചെയ്യാനായിട്ടുള്ള ഒരു ഐഡിയയും കൂടെ? നിങ്ങളുടെ ഒരു പുതിയ വിങ് ആണ്, കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ Thank you. എങ്ങനെയാണ് ഈ ഒരു ഐഡിയയും കൂടെ കിട്ടിയത്? അത് നമ്മുടെ ഒത്തിരി കസ്റ്റമേഴ്സ് ഇപ്പോൾ നമ്മൾ വർഷങ്ങളായിട്ട് ഈ കേറ്ററിംഗ് ചെയ്യുമ്പോഴൊക്കെ ഓൾ ഓവർ മെൽബണിൽ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ ഒത്തിരി ആളുകൾ നമ്മളോട് എൻക്വയറി ചെയ്തിരുന്നു, നിങ്ങൾക്ക് ഹോൾ ഉണ്ടോ? കാരണം നമ്മൾ വെഡ്ഡിങ് ആയിട്ടും വലിയ വലിയ ഫംഗ്ഷനുകളൊക്കെ നമ്മൾ ചെയ്യുമ്പം അവർക്ക് വളരെ കൺവീനിയൻ്റ് ആണ് നമ്മൾ ഫുഡും ഹോൾ കൂടി മലയാളി കൊടുക്കുകയാണെങ്കിൽ. കേരള ഫുഡും വിത്ത് ഹോളും കൂടെ ഉള്ള സൗകര്യങ്ങൾ നിലവിലെങ്ങും ഇല്ല. അപ്പോൾ അതൊരു വലിയ പ്ലസ് പോയിന്റ് ആണ്. വെഡ്ഡിങ്സോ ബർത്ത്ഡേസ് 21st 18th ആനിവേഴ്സറീസ് എൻഗേജ്മെന്റ് അങ്ങനെയുള്ള പരിപാടികൾക്ക് ഉപയോഗിക്കാം. ഈ ഹാളിന്റെ സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ അപ്പോൾ എത്രയാണ്? അതുപോലെ എന്തൊക്കെ ഫംഗ്ഷൻസ് ആണ് ഈ ഹാളിൽ ഇതുവരെ നടത്തിയ, അല്ല എന്തൊക്കെ ഫംഗ്ഷൻസ് മുന്നോട്ട് നടത്താനാണ് നിങ്ങൾക്ക് പ്ലാൻസ് ഉള്ളത്? ഇത് ഏകദേശം 300 കപ്പാസിറ്റി ഉണ്ട്. മിക്സ് കമ്മ്യൂണിറ്റിയാണ് വരുന്നത്. അത് ഇന്ത്യൻ, പാകിസ്ഥാനി, ശ്രീലങ്കൻ, പിന്നെ അഫ്ഗാൻ, മിഡിൽ ഈസ്റ്റേൺ, പിന്നെ ലോക്കൽസ്, വൈറ്റ്സ്, എല്ലാവരും മിക്സ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ് ഇവിടെ വരുന്നത്. ഏത് ഫുഡും ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. ഇനി ഫ്യൂച്ചറിൽ റെഡ് ചില്ലീസിന് കൂടുതൽ ബിസിനസ് ഐഡിയാസ് എന്തെങ്കിലുമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാമോ? നല്ലൊരു റെസ്റ്റോറൻ്റ് ആണ് ആഗ്രഹം. അതെ, നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അത് തന്നെയാണ്. ഇപ്പോൾ കേറ്ററിംഗ് ഉണ്ട്, അടിപൊളിയാണ്. പക്ഷെ ഒരു റെസ്റ്റോറൻറ്റും കൂടെ ഉണ്ട്, കുറച്ചുകൂടെ അടിപൊളിയായിട്ട് അല്ലേ? അത് ഞങ്ങളുടെ ഒരു നെക്സ്റ്റ് ഒരു ഇതാണ്, ഒരു ഡ്രീമാണ്. പക്ഷെ അതിനുള്ള കാര്യങ്ങൾ സെറ്റ് ആയിക്കൊണ്ടിരിക്കണം. നിങ്ങൾ രണ്ടുപേരും ശരിക്കും പറഞ്ഞാൽ ഫുൾ ടൈം ഇൻറ്റു ബിസിനസ് ആണ്. അപ്പോൾ ഒരു ഫാമിലി ആയിട്ട് നിങ്ങൾ ഒന്നിച്ച് നിൽക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ഒരു സപ്പോർട്ടുമാണ്. അതേസമയം ഇത്തിരി ടയറിങ്ങും ആയിരിക്കും അല്ലേ ചില സമയത്ത്? നിങ്ങൾ എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുന്നത്? നല്ല ടൈറ്റാണ് കാര്യങ്ങൾ. പക്ഷേ
കേറ്ററിങ്ങിൻ്റെ സൈഡ് ഞാൻ മാനേജ് ചെയ്യണു. പക്ഷേ ഇവിടെ വരുന്ന എല്ലാ അപ്പോയിൻമെൻറ്റ്സും ഫുഡ് കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് മാനേജ് ചെയ്യുന്നത്. പക്ഷേ ബാക്കിയുള്ള അപ്പോയിൻമെൻറ്റ്സ് എല്ലാം ലിറ്റിയാണ് മാനേജ് ചെയ്യുന്നത്. നമ്മുടെ ഈസ്റ്ററിന് നസ്രാണി സദ്യ എന്ന് പറഞ്ഞ റെഡ് ചില്ലീസിന്റെ ഒരു അടിപൊളി പരസ്യം ഭയങ്കര ടെംപ്റ്റിംഗ് ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു നസ്രാണി സദ്യയുടെ ഒരു എന്താ പറയുക റെസ്പോൺസ്? നല്ല മൂവിങ് ആയിരുന്നു. പല ഷോപ്പുകളിലേക്ക് കൊടുത്തിരുന്നു. അത് കൂടാതെ നമ്മുടെ ഷോപ്പിലും നല്ല ബിസി ആയിരുന്നു. ഓണമാണ് വരുന്നത്. ഓണം ഇതിലും വലിയ ആഘോഷമാണല്ലേ നമുക്കിവിടെ. അപ്പം ഓണത്തെ കുറിച്ചിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നിങ്ങൾ തുടങ്ങിയോ? എന്താണ് ഇനി അടുത്ത പരിപാടി? ബുക്കിംഗ് ഇപ്പൊ തന്നെ എടുത്തു തുടങ്ങി. ആ ഡേറ്റ്സിൽ ഒത്തിരി ഗ്രൂപ്പുകളിൽ എൻക്വയറി വരും. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് എല്ലാ മലയാളി കമ്മ്യൂണിറ്റിയുടെ ആൾക്കാരുകൾ അഡ്വാൻസ് ആയിട്ട് ബുക്കിംഗ് ഇപ്പോൾ ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു. കാരണം ഡേറ്റ് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ അവരിപ്പോൾ തന്നെ ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സമയം നമ്മളുടെ കൂടെ ഇത്രയും ബിസി ആയിട്ടുള്ള ഒരു സ്കെഡ്യൂളിനിടയ്ക്ക് നിങ്ങൾ ഫാമിലി ആയിട്ട് നമുക്ക് വേണ്ടി വന്നിരുന്നു. ഏഷ്യാനെറ്റിന് വേണ്ടിയിട്ടും നമ്മുടെ അടുത്തറിയാം എന്ന ഈ പ്രോഗ്രാമിനും നമ്മുടെ പ്രേക്ഷകർക്കും വേണ്ടി ഇത്രയും കാര്യങ്ങൾ പറയാനായിട്ട് എടുത്ത സമയത്തിന് നന്ദി. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി. പ്രത്യേകിച്ച് ഏഷ്യാനെറ്റിൻ്റെ അടുത്തറിയുന്ന പ്രോഗ്രാമിൽ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തതിൽ വളരെ സന്തോഷം. നന്ദി. നന്ദി.